നമ ശ്രീരാമകൃഷ്ണസ്യ ശിഷ്യാഗ്രഗാമിനെ ശിവാവതാരഭൂതായ വിവേകാനന്ദയോഗിനെ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 2026 ജാനുവരി 12 ദേശീയ യുവജന ദിനമാണ്. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അറിയാം, സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം കൂടിയാണ്. 1863 ജാനുവരി 12 സ്വാമിജി ഈ ഭൂമിയിൽ അവതരിച്ചത്. ആ ദിനം തൊട്ട് 1902 ജൂലൈ 4 വരെയാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നടന്നത്, അദ്ദേഹത്തിൻ്റെ മഹാസമാധി വരെ. അപ്പോൾ ആ ഒരു സമയം, ആ ഒരു പ്രതിഭാസം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. 1881 സ്വാമി വിവേകാനന്ദൻ സ്വന്തം ഗുരുവിനെ നേരിട്ട് കണ്ടത്. 1881 സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണദേവനെ ദക്ഷിണേശ്വരത്ത് വച്ച് കാണുന്നത്. 1863 മുതൽ 1881 വരെ അദ്ദേഹം പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ സാധകൻ എന്ന നിലയിൽ ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള സംശയങ്ങളും പേറി നടക്കുന്ന ഒരു യുവാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള സംശയങ്ങളെല്ലാം 1881 മുതൽ 1886 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ അവസാനിച്ചു എന്ന് പറയാം. കാരണം ആ ഒരു 5 വർഷമാണ് സ്വാമി വിവേകാനന്ദൻ തൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒപ്പം ഉണ്ടായത്. 1886 തൊട്ട് അടുത്ത 2 വർഷം ഇനി മുന്നോട്ടെങ്ങനെ എന്ന് ആലോചിക്കുന്നൊരു സമയമാണ്. അദ്ദേഹവും തൻ്റെ സഹോദരങ്ങളായിട്ടുള്ള സന്യാസിമാരും ജപസാധനകളിൽ മുഴുകി നിൽക്കുന്ന സമയം. 1888 മുതൽ 1893 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു പരിവ്രാജകനായിട്ട് ഭാരതം ഒട്ടാകെ, അതുപോലെ തന്നെ വിദേശ രാജ്യത്തോട്ടും യാത്ര ചെയ്തത്. ആ വിദേശ രാജ്യത്തോട്ടുള്ള ആ യാത്രയാണ് 1893 ലോകമഹാമതസമ്മേളനം. 1893 സെപ്റ്റംബർ 11 പ്രശസ്തമായ ചിക്കാഗോ പ്രസംഗം. ആ സെപ്റ്റംബർ 11 മുതൽ സെപ്റ്റംബർ 27 വരെയുള്ള ദിവസങ്ങളിലാണ് അവിടെ ആ പ്രസംഗ പരമ്പര ഉണ്ടായത്. അതിലൂടെ വിവേകാനന്ദൻ ലോകത്തിന് സുപരിചിതനായി ഉയർന്നു. 1897 അദ്ദേഹം രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. 1902 ജൂലൈ 4 അദ്ദേഹം മഹാസമാധിയായി. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 40 കാണാനുണ്ടാകില്ല എന്ന് ലോകത്തോട് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. 40 കാണാൻ അദ്ദേഹം ഉണ്ടായില്ല. ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം ലോകത്തിന് നൽകിയ സന്ദേശം പലവിധമാണ്. അതിൽ യുവാക്കളിലെ ഊന്നിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ കുറച്ച് സൂക്തങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൂക്തങ്ങളുടെ അന്തസത്തയാണ്. അവിടെ അദ്ദേഹം പ്രത്യേകം പറയുന്നു, ഈ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളാണ്, ആ വലിയ കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. 1, നിർഭയത്വം, ഫിയർലെസ്നെസ്, ഓരോ കാര്യവും ചെയ്യാനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥ. എങ്ങനെയുള്ള ധൈര്യം, എങ്ങനെയുള്ള ഭയമില്ലാത്ത അവസ്ഥ? ശക്തിയിൽ ഊന്നിക്കൊണ്ടുള്ള ഭയമില്ലാത്ത അവസ്ഥ. എന്താണ് ഈ ഭയമില്ലാത്ത അവസ്ഥ? എന്താണ് ഈ ശക്തി? സ്വന്തം പഞ്ചകോശങ്ങളിൽ ഊന്നിയിട്ടുള്ള സകലവിധമായ ശക്തി. അന്നമയ കോശത്തിൽ ശരീരത്തിൻ്റെ ശക്തി, പ്രാണമയ കോശത്തിൻ്റെ ശക്തി, ഉത്സാഹം, മനോന്മയ കോശത്തിൻ്റെ ശക്തി, മനഃശക്തി, വിജ്ഞാനമയ കോശത്തിൻ്റെ ശക്തി, അറിവ്, തീർച്ചയായും ആനന്ദമയത്തിലോട്ട് ശ്രദ്ധ തിരിക്കുന്ന ശക്തി,
പരമമായ ചൈതന്യത്തിലൂന്നി ജീവിക്കാനുള്ള ശക്തി. ഇത് നേടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒന്നായിട്ടാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഈ ഒരു ശക്തി ലഭിച്ചുകൊണ്ട് മാത്രമായില്ല. അതിലെന്ത് വേണം? അതിൽ നിസ്വാർത്ഥത വേണം. പെർഫെക്റ്റ്ലി അൺസെൽഫിഷ് ആയിരിക്കണം. നാം നമുക്ക്, ഞാൻ, എനിക്ക് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും, നമ്മുടെ നാടിന്, മറ്റൊരാൾക്ക്, നമ്മുടെ ഭാരതത്തിന്, മാനവരാശിക്ക്, ഈ പ്രകൃതിക്ക്, ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് അങ്ങനെ ചിന്തിക്കുന്ന യുവാക്കളെയാണ് മുന്നോട്ട് ഉള്ള ഭാരതത്തിൽ വേണ്ടത് എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ഇനി ഈ ഒരു നിർഭയത്വവും ഈ ഒരു ശക്തിയും ഈ നിസ്വാർത്ഥതയും മാത്രം പോരാ. ഉദ്ദേശശുദ്ധി, മനസ്സിൻ്റെ പരിശുദ്ധി, ഇത് വളരെ അത്യാവശ്യമാണ്. പ്യൂരിറ്റി ഓഫ് ദ മൈൻഡ്. എന്താണ് മനസ്സിൻ്റെ പരിശുദ്ധി? മനസ്സിൻ്റെ പരിശുദ്ധി നമ്മുടെ ഉള്ളിലുള്ള ചിന്താസരണിയുടെ, ചിന്താധാരയുടെ ശക്തിയാണ്. അതിൻ്റെ പരിശുദ്ധിയാണ്. ചിന്തകൾ ശുദ്ധിയുള്ളതല്ലെങ്കിൽ മനസ്സൊരിക്കലും ശുദ്ധിയുള്ളതാവില്ല. അപ്പോൾ ചിന്തകൾ ശുദ്ധിയുള്ളതാകാൻ നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ശുദ്ധിയുള്ളതായിരിക്കണം. ചിന്തിക്കുന്നതെല്ലാം എങ്ങനെയാണ് ശുദ്ധിയുള്ളതാക്കുക? ചിന്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം ശക്തി വേണം. ചിന്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം ആ ധൈര്യം വേണം. ചിന്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം ആ നിസ്വാർത്ഥത വേണം. അതുള്ളപ്പോൾ ചിന്തയും ശുദ്ധീകരിക്കപ്പെടും. ഇത്രയുമുള്ള ഒരു യുവാവ്, പരിശുദ്ധിയുള്ള, ധൈര്യമുള്ള, ശക്തിയുള്ള, നിസ്വാർത്ഥതയുള്ള ഒരു യുവാവ്, ആ യുവാവിനെ കീഴ്പ്പെടുത്താൻ ഒരു പ്രകൃതിക്കോ ഒരു പ്രപഞ്ചത്തിനോ ഒരു ദേവതകൾക്കോ സാധ്യമല്ല എന്ന് വിവേകാനന്ദൻ എപ്പോഴും പറയാറുണ്ട്. സതുദ്ദേശത്തോടുകൂടി സ്വശക്തിയിൽ വിശ്വസിക്കുന്ന നരനെ നാരായണന് പോലും തകർക്കാൻ സാധ്യമല്ല എന്ന് പലപ്പോഴും അദ്ദേഹം പറയാറുണ്ട്. ഇത് ഓരോ യുവാക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ പറയുന്ന ജീവിതവും മേൽപ്പറഞ്ഞ ഈ സൂക്തങ്ങളും അതിൻ്റെ അന്തസത്തയും നമ്മുടെ ആധുനിക ജീവിതത്തിലോട്ട് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. എങ്ങനെ കൊണ്ടുവരാം? തീർച്ചയായിട്ടും അന്നമയ കോശത്തെപ്പറ്റി പറഞ്ഞു. നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണം, ശുദ്ധിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവരായിരിക്കണം. തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഉത്സാഹമുള്ളവരായിരിക്കണം. എങ്ങനെ ഉത്സാഹമുള്ളവരായിരിക്കാം? നല്ല ലക്ഷ്യം വേണം, നല്ല സ്വപ്നങ്ങൾ വേണം. ആ ലക്ഷ്യത്തിനും സ്വപ്നത്തിനും വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നവരായിരിക്കണം. എങ്ങനെ പരിശ്രമിക്കണം? ശ്രദ്ധയോടെ പരിശ്രമിക്കണം. ആ ശ്രദ്ധയോടെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, ആ ഉത്സാഹത്തോടിരുന്നാൽ പ്രാണമയത്തിൽ നമ്മൾ ശക്തിയുള്ളവരായി. മനോന്മയ കോശത്തിലോട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ശക്തി കേന്ദ്രീകരിക്കാം? ജപതപാദികളിലൂടെ. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിരിക്കുന്നു, നാമസങ്കീർത്തനത്തിലൂടെ, മന്ത്രജപത്തിലൂടെ, ലളിതമായ കാര്യങ്ങളിലൂടെ, കൂട്ടായ പ്രാർത്ഥനയിലൂടെ, തീർച്ചയായിട്ടും സത്സംഗത്തിലൂടെ, ഇതിലൂടെയെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ കേന്ദ്രീകരിക്കാം. എങ്ങനെയാണ് ആധുനിക ഈ ലോകത്ത് യുവാക്കൾ വിജ്ഞാനത്തിലേറിക്കൊണ്ട് തൻ്റെ വിജ്ഞാനമയ കോശത്തെ കൂടുതൽ ശക്തിയാക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ അറിവുകൾ നേടണം. അറിവുകൾ നേടിയാൽ മാത്രം പോരാ, നേടിയ അറിവുകളെ സ്വാംശീകരിക്കണം. അപ്പോഴാണ് ജ്ഞാനമാകുന്നുള്ളൂ. സ്വാംശീകരിക്കുന്ന ജ്ഞാനത്തെ ഈ പ്രകൃതിയിലും പ്രപഞ്ചത്തിലും സ്വന്തം സധൈര്യത്തോടുകൂടി സ്വന്തം ശക്തിയിൽ ഊന്നിക്കൊണ്ട് എപ്പോൾ പ്രാബല്യപ്പെടുത്തുവാൻ നമ്മൾ മുന്നോട്ട് വരുന്നോ, അപ്പോൾ അത് വലിയൊരു വിജ്ഞാനമായി മാറി, തികഞ്ഞ അറിവായി മാറി. ഇത്രയുമുള്ളൊരു യുവാവിനാണ് സന്തോഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി, ആനന്ദമയ കോശത്തിൽ ഊന്നിക്കൊണ്ട് സധൈര്യം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. 2026 ഈ വിവേകാനന്ദ ജയന്തി ദിവസം ഓരോ യുവാക്കളും ഈ സൂക്തങ്ങൾ മനസ്സിൽ ഊന്നിക്കൊണ്ട് ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും നന്മയ്ക്കായി മുന്നോട്ട് ഇറങ്ങണം. ജയ രാമകൃഷ്ണ.